അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചത്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ശ്രീ കുമാരൻ തമ്പി. ശ്രീ കുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക, 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീ കുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ശ്രീ കുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ കൂട്ടത്തിൽ പഠിച്ചു വെച്ചു, 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? അത് ശ്രീ കുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്തിടെ യൂറോയെ കറൻസിയായി സ്വീകരിച്ച രാജ്യം. അടുത്തിടെ യൂറോയെ കറൻസിയായി സ്വീകരിച്ച രാജ്യം ചോദിച്ചാൽ അത് ക്രൊയേഷ്യയാണ്. അടുത്തിടെ യൂറോയെ കറൻസിയായി സ്വീകരിച്ച രാജ്യമാണ് ക്രൊയേഷ്യ. സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ മലയാളി ചെസ് താരം ആരാണ്? സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ മലയാളി ചെസ് താരമാണ് നിഹാൽ സരീൻ. നിഹാൽ സരീൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള നിഹാൽ സരീനാണ് സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ മലയാളി ചെസ് താരം. ഓർത്തിരിക്കുമല്ലോ, സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ മലയാളി ചെസ് താരമാണ് നിഹാൽ സരീൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. ലോക ഫുട്ബോൾ ദിനം ചോദിച്ചാൽ അത് മെയ് 25 ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് 25. 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നടന്ന ദിവസം. 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് എന്നായിരുന്നു? ആദ്യഘട്ട പോളിംഗ് ഏപ്രിൽ 19. ഏപ്രിൽ 19 ആദ്യഘട്ട പോളിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ എന്നായിരുന്നു? കേരളത്തിൽ ചോദിച്ചാൽ ഏപ്രിൽ 26. ഏപ്രിൽ 26 കേരളത്തിൽ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ 18ാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നടന്ന ദിവസം ചോദിച്ചാൽ ഏപ്രിൽ 19. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ചോദിച്ചാൽ അത് ഗോപിചന്ദ് തോട്ടക്കുറ. ഗോപിചന്ദ് തോട്ടക്കുറയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. അപ്പോൾ അദ്ദേഹം എവിടെയുള്ള ആളാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. ഗോപിചന്ദ് തോട്ടക്കുറ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. പിന്നെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ കൂടിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് ജ്യോതി രാത്രെ. ജ്യോതി രാത്രെയാണ് കേട്ടോ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി രാത്രെ. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രി. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ലോറൻസ് വോങ് ആണ്. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലോറൻസ് വോങ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും 17ാം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും 17ാം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്വാമി ഗൗതമാനന്ദ. ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും 17ാം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വാമി ഗൗതമാനന്ദ. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം ചോദിച്ചാൽ അത് കതിരവൻ
കതിരവനാണ്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം. അപ്പോൾ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ്? അയ്യങ്കാളിയുടെ റോള് ചെയ്യുന്നത് മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടിയാണ് അയ്യങ്കാളിയുടെ വേഷമിടുന്നത്. ഇനി സിനിമ സംവിധാനം ചെയ്യുന്നത് ആരാണ്? കതിരവൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അരുൺ രാജാണ് സംവിധായകൻ, അരുൺ രാജ് കേട്ടോ. അപ്പോൾ അയ്യങ്കാളിയായി വേഷമിടുന്നത് മമ്മൂട്ടിയാണ്. കതിരവൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അരുൺ രാജാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ചോദിച്ചാൽ അത് സിംഗപ്പൂരാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ സിംഗപ്പൂരിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ലോറൻസ് വോങ് ആണ് സിംഗപ്പൂരിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. PM ആരാണ്? പ്രൈം മിനിസ്റ്റർ ചോദിച്ചാൽ അത് ലോറൻസ് വോങ് ആണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അത് അനാമിക ബി രാജീവാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അനാമിക ബി രാജീവാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇപ്പോഴത്തെ നാവികസേനാ മേധാവി. ത്രിപാഠി കേട്ടോ. ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ചോദിച്ചാൽ അത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ സൈന്യം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത കാർഗിൽ യുദ്ധസ്മാരകമായ ഗലൂബർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത കാർഗിൽ യുദ്ധസ്മാരകമായ ഗലൂബർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗലൂബർ മ്യൂസിയം ലഡാക്കിലാണ്. ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ചോദിച്ചാൽ ആരാണ്? അത് BD മിശ്രയാണ്. ഇപ്പോഴത്തെ ലഡാക്കിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണർ. ഓർത്തിരിക്കുക, ഗലൂബർ മ്യൂസിയം ലഡാക്കിലാണ്. ലഡാക്കിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ചോദിച്ചാൽ അത് BD മിശ്രയാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയിലെ മുഖ്യമന്ത്രിമാരും നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2024 പെൻ പിൻഡർ പ്രൈസ് ജേതാവ് ചോദിച്ചാൽ അത് അരുന്ധതി റോയ് ആണ് 2024 പെൻ പിൻഡർ പ്രൈസ് ജേതാവ്. അപ്പോൾ 2024 ബുക്കർ പ്രൈസ് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2024 പെൻ പിൻഡർ പ്രൈസ് ജേതാവ് ചോദിച്ചാൽ അത് അരുന്ധതി റോയ് ആണ്. പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് ആരാണ്? വിജ്ഞാൻ പുരസ്കാരം നേടിയത് എസ് സോമനാഥ് ആണ് പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയിട്ടുള്ളത്. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അത് എസ് സോമനാഥ് ആണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? എസ് സോമനാഥ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എസ് സോമനാഥിൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ചോദിച്ചാൽ അത് എസ് സോമനാഥാണ്. ISRO ചെയർമാൻ പദവിയിലെത്തിയ അഞ്ചാമത്തെ മലയാളി കൂടിയാണ് എസ് സോമനാഥ്. അപ്പോൾ ISRO ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ ഞാൻ കോഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്